ആശാവർക്കർമാരുടെ സമരം 50-ാം ദിവസം പിന്നിടുമ്പോഴും ആര് സഹിക്കും? നിങ്ങൾക്കും ഇല്ലേ അമ്മയും സഹോദരങ്ങള് ഇല്ലേ? പറയ്, ഞങ്ങൾ ചെയ്ത വേലയ്ക്ക് കൂലി ഇതാണോ? ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ജോലി സർക്കാരിനെ സേവിച്ചത്? ഞങ്ങൾ ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതുകൊണ്ടാണോ സാറേ ഞങ്ങളെ ഈ മഴയത്തും വെയിലത്തും ഇത്ര ഗതികേട് വരുത്തിച്ച് വെച്ചത്? ഇത് സഹിക്കില്ല സാറേ, ഇത് ഒരു ഭഗവാൻ പോലും സഹിക്കില്ല. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 50-ാം ദിവസം പിന്നിടുമ്പോഴും ഒരേ സ്വരത്തിൽ ഈ അമ്മമാർ പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ്. ഇത്ര ദിവസമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു സമരത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്ന് അവർ മുടി മുറിച്ചുകൊണ്ട്, അവർ പ്രതിഷേധിച്ചുകൊണ്ട്, അവർ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഈ ഒരു സമരമുറ കടുപ്പിക്കുകയാണ്. ചേച്ചി, പിന്നെ എവിടുത്തെ ആശാവർക്കർ? ചെമ്മരുതി FHSയിൽ. എത്ര വർഷമായി? 18 വർഷം. 15 വർഷം. ഇപ്പോൾ മുടി മുറിച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ്, മുട്ട പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറക്കുന്നുള്ള പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മളെ FHSയിലെ പിന്നെ എല്ലാ ആശമാർക്ക് വേണ്ടിയും നിരാഹാര സമരം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. പേരെന്താ? ഈന. മുതൽ ഞങ്ങളെ നാടിനെ സേവിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി ഞങ്ങളെ ചെയ്യിച്ചിട്ട് 232 രൂപ ആർക്ക് തെളിയും സാറേ? ഇന്ന് 1 കിലോ അരിക്ക് 70 രൂപ, 1 കിലോ തേങ്ങയ്ക്ക് 80 രൂപ, 100 രൂപയെ കുറഞ്ഞ് മീനില്ല. കേട്ടാ, ഞങ്ങൾ അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തു? ഞങ്ങൾ ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതുകൊണ്ടാണോ സാറേ ഞങ്ങളെ ഈ മഴയത്തും വെയിലത്തും ഇത്ര ഗതികേട് വരുത്തിച്ച് വെച്ചത്? ഇത് സഹിക്കില്ല സാറേ, ഇത് ഒരു ഭഗവാൻ പോലും സഹിക്കില്ല. ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. ഞങ്ങൾ ആർക്കും, ഈ ഇരിക്കുന്ന ആശമാരും മന്ത്രിക്കോ ആർക്കും, ലോകത്തിന് ആർക്കും ഒരു ദ്രോഹവും ഞങ്ങൾ പാവപ്പെട്ട അമ്മമാർ, പാലിച്ച് കിടക്കുന്ന അമ്മമാർ, കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും കാര്യങ്ങളും നോക്കി ഞങ്ങൾ ഇത്രയും ചെയ്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് തന്ന കൂലിയാണോ സാറേ? ഇത് സഹിക്കുന്നില്ല സാറേ, സഹിക്കുന്നില്ല. ഇതെന്താ സാറേ? ഇത് കണ്ട് ആര് സഹിക്കും? നിങ്ങൾക്കും ഇല്ലേ അമ്മയും സഹോദരങ്ങള് ഇല്ലേ? പറയ്, ഞങ്ങൾ ചെയ്ത വേലയ്ക്ക് കൂലി ഇതാണോ? ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ ജോലി സർക്കാരിനെ സേവിച്ചത്? ഇതിനു വേണ്ടിയാണോ? ഞങ്ങളെ ഓരോ കണ്ണീരിനും
ഓരോ കണ്ണീരിനും സമാധാനം പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ കണ്ണീരിന് വീഴുന്ന കണ്ണീരല്ല, ഞങ്ങളുടെ രക്തമാണ്. മഴയത്തും വെയിലത്തും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഈ വെയിലത്ത് ഞങ്ങളുടെ രക്തമാണ് ഈ കണ്ണീരിന് വീഴുന്നത്. ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഇതിന് വേറെ ഓരോന്നുമില്ല. 50 ദിവസം കൊണ്ട് ഇവിടെ ഈ രാവ് പകൽ ഇവിടെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഒറ്റ പറയില്ല, ജോലി ചെയ്ത പൈസ പോലും ഈ സർക്കാർ ഞങ്ങൾക്ക്. എന്തായാലും ആശാ വർക്കർമാർ ഇവിടെ മുട്ടയടിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം അവർ സാധാരണപ്പെട്ട ജനങ്ങളാണ്. നിരവധി പേർ, 2 പേർ മുട്ടയടിച്ചുകൊണ്ടും ബാക്കിയുള്ളവർ മുടി വെട്ടിക്കൊണ്ടുമാണ് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.